ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട് LDF ഭരണം പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ വാർഡ് മെമ്പർ LDFൻ്റെ ആൾ തന്നെയായിരുന്നു. ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി നോക്കിയിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഗതാഗതം എന്ന് പറഞ്ഞ റോഡാണ്. ആ റോഡ് ഇന്നും കുണ്ടും കുഴിയായിട്ട് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു രോഗിയെ പോലും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോഴും അതിൻ്റെ പണി നടക്കാൻ വേണ്ടി തയ്യാറാക്കി എന്നല്ലാതെ നടക്കുന്നില്ല. അതുകൂടാതെ ഏത് സമയത്തും വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അഴുക്കുചാൽ പദ്ധതിയൊക്കെ അവതാളത്തിലാണ്. അതുകൊണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബങ്ങൾക്ക് മുഴുവൻ തന്നെ വെള്ളക്കെട്ടിലേക്ക് മാറിക്കഴിയുന്നൊരവസ്ഥയാണ്. അതുകൂടാതെ നമ്മൾ ആവശ്യപ്പെടുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പന്തീരാങ്കാവ് അങ്ങാടി നമ്മുടെ വാർഡിൽപ്പെട്ട ഒരു സ്ഥലം ആണ്. ആ പന്തീരാങ്കാവ് അങ്ങാടിയിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം ഒഴുകിപ്പോവാതെ വെള്ളം പൊന്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യമാണ്. അതുകൂടാതെ വികസിച്ച് വരുന്ന ഈ ടൗണ് ഗതാഗതങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം വാഹനങ്ങൾക്ക് 2ൽ കൂടുതൽ വാഹനം ഒരേ സമയത്ത് വരുന്ന സമയത്ത് സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ബ്ലോക്ക് വരുന്ന സമയത്ത് അതിന് കൺവേർട്ട് ചെയ്തുകൊണ്ട് വേറെ ബദൽ സംവിധാനങ്ങളോ ഒന്നും തന്നെ നടപ്പിൽ വരുത്താത്ത ഒരു പഞ്ചായത്താണ്. പലതവണ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അതുകൂടാതെ ഏറ്റവും വലിയൊരു ടൗണാണ് വളവണ്ണ പഞ്ചായത്തിന് ഹൃദയഭാഗമാണ് പന്തീരാങ്കാവ്. ഈ സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡ് പോലുമില്ല. പൊതുവെ ധാരാളം സ്ത്രീകളൊക്കെ വന്ന് കുട്ടികളൊക്കെ വന്ന് പോകുന്ന സമയത്ത് പർച്ചേസിങ്ങിനൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു അത്യാവശ്യമായിട്ട് ഒരു മൂത്രപ്പുരയോ അതുപോലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൂടാതെ പൊതു ശ്മശാനം ഇവിടെ ഇല്ല. അത് നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഇവിടുത്തെ മത്സ്യ മാർക്കറ്റാണെങ്കിൽ അത് വാസനിച്ച് കൊണ്ട് സംസ്കരിക്കുന്ന സംവിധാനം അവതാളത്തിലാണ്. അതും നന്നാക്കിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുകൂടാതെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇവിടുത്തെ ഇട റോഡുകളിലൊക്കെ തന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം ചവിട്ടാതെ കുറച്ച് കാലം അങ്ങനെ തന്നെ പോകണം. ജനങ്ങൾ ദുരിതപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ പലപ്പോഴും പരാതി കൊടുത്തിട്ട് പോലും അത് തരത്തിലുള്ള വാർഡ് മെമ്പർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല.